നിങ്ങൾ വാർത്തകളിൽ അറിഞ്ഞു കാണും. 2 +1 വിദ്യാർത്ഥിനികൾ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക. അത് കണ്ടെത്തി. ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം സാർ. പാവം എന്റെ പൊന്നുമോൾ. നമ്മുടെ വഴിക്കൊരു അന്വേഷണം. എന്താ പറഞ്ഞേ? കറുത്ത കാറോ? സാറേ, ആ ചെറുക്കൻ എന്താണ് പറയാൻ വന്നതെന്ന് എനിക്കറിയാം. പേടി കൊണ്ടാ സാറേ ആരും ഒന്നും പറയാത്തത്. പോലീസുകാര് പലവട്ടം വന്ന് മറിച്ചും തിരിച്ചും ഇവിടെയുള്ളവരെ ചോദ്യം ചെയ്തു. ഇവിടെയുള്ളവർ പാവങ്ങളാ സാറേ. സാക്ഷി പറയാനും കോടതി കയറി ഇറങ്ങാനും ആർക്കും വയ്യ. നിങ്ങൾ എന്താണ് പറയാൻ വന്നത്? പേടിക്കണ്ടെന്നേ, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂ. ഞങ്ങൾ പോലീസുകാരൊന്നുമല്ല. സിനിമാ കഥ എഴുതുന്നവരാ. പറ്റിയ ത്രെഡ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു കഥ എഴുതാമല്ലോ. അത് പിന്നെ ഒരു കറുത്ത കാർ. ഒരു കറുത്ത കാറിൽ ചില പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. 2-3 പയ്യന്മാരും കൂടെ 1-2 പെൺകുട്ടികളും. പഴയ സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നതാണ് സാറേ എൻ്റെ ജോലി. മലമുകളിൽ ഞാൻ പതിവായി പോകാറുണ്ട്, പഴയ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും പെറുക്കാൻ. ആ പയ്യന്മാർ അത്ര ശരിയല്ല സാറേ. അവന്മാർ വെള്ളമടിക്കും, പിന്നെ എന്തൊക്കെയോ പുകച്ചു വലിക്കുമ്പോൾ മൂക്കിലും വലിച്ചു കയറ്റുന്നത് കാണാം. കൂടെ വരുന്ന പെൺപിള്ളേരെയും നിർബന്ധിക്കും. പെൺപിള്ളേർ ഇടയ്ക്കൊക്കെ കരയുന്നത് കാണാം. ഏതോ വലിയ വീട്ടിലെ പയ്യന്മാരാണ്. അത് അവന്മാരുടെ കാമുകിമാരും എല്ലാം ആകുമല്ലേ? സ്ഥിരം വരാറുണ്ടോ ഇവിടെ? കാമുകിമാരല്ല സാറേ, അവന്മാർ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്, രാത്രിയും പകലും ഒക്കെ. പക്ഷെ പെൺപിള്ളേർ പകലേ വരും, പുതിയ പുതിയ പെൺകുട്ടികൾ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവന്മാർ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സാറേ, കുറേ നാൾ വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ അവർ വീണ്ടും വന്നു. അതേ കറുത്ത കാറ് മലമുകളിലേക്ക് പോകുന്നത് കണ്ടു. ഈ പയ്യന്മാരെ പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? വീടോ അഡ്രസ്സോ? അതൊന്നും അറിയില്ല സാറേ. ഇവിടെ വരുമ്പോൾ കാണാറുണ്ട്, അത്ര തന്നെ. ഓ, പിന്നെ അവന്മാരുടെ കൂടെ വരുന്ന ഒരുത്തനെ അറിയാം. ഇവിടെ അടുത്തൊരു കോളനി ഉണ്ട്, അവിടെ ഉള്ളവനാ. അവന്റെ പേരോ മറ്റു വിവരങ്ങളോ മറ്റോ അറിയാമോ? അവൻ്റെ പേരറിയില്ല. അവൻ്റെ അപ്പൻ്റെ പേര് വെട്ടുകത്തി പരമു എന്നാ. പഴയ ഒരു റൗഡിയാ സാറേ, പക്ഷെ ഇപ്പം വയ്യ. നിങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചായക്കട കാണാം. അവിടെ ചോദിച്ചാൽ പറഞ്ഞു തരും ബണ്ട് കോളനിയിലേക്കുള്ള വഴി. ഇതാ, ഇത് വെച്ചോളൂ.
ഹലോ, മഹേഷ് സാറേ, ആ കറുത്ത കാർ തന്നെയാണ് ആ പെൺകുട്ടികൾ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിന്റെ അടുത്ത് പലപ്പോഴായി കണ്ടത്. ആ കാർ ഉണ്ടായിരുന്ന ആരോടൊക്കെയാണ് കുട്ടികൾ സംസാരിച്ചിരുന്നത്. പിന്നെ ട്യൂഷൻ സെന്ററിലെ കുട്ടികൾ ആ കറുത്ത കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വി ആർ ഓൺ ദ റൈറ്റ് പാത്ത്. നിങ്ങൾ അവരെ ക്ലോസ് ആയി വാച്ച് ചെയ്യേ. അവന്മാർക്ക് യാതൊരുവിധ സംശയങ്ങളും ഉണ്ടാകരുത്. ഓക്കെ സാർ, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. പിന്നെ എന്താണ് അടുത്ത പ്ലാൻ? അത് ഞാൻ ഉടനെ തന്നെ നിങ്ങളെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അവന്മാർ ഇനി മുതൽ നമ്മൾ റഡാറിലായിരിക്കണം. ഓക്കെ സാർ. ഓക്കെ. റാം സാറ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ സാറേ. അപ്പോൾ ഇനി മുതൽ അവന്മാര് നമുക്ക് വേണ്ടപ്പെട്ട പിള്ളേരല്ലേ? അതെ. അപ്പോൾ നമ്മൾ വന്ന ജോലി നല്ല വെടുപ്പായിട്ട് തീർത്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ അല്ലേ സാറേ? ഹലോ, ബട്ട് ബിജു, നീ എവിടെയാടാ? എനിക്കിതിൻ്റെ ഒരു ഹെൽപ്പ് വേണം. സാറേ പറ സാറേ. ഞാനിപ്പോ സ്റ്റേഷനിലുണ്ട്. എടാ, ഞാനേ ഒരുത്തിന്റെ പേരും അവന്റെ അപ്പന്റെ പേരും ഫോട്ടോയും വാട്സപ്പിൽ അയച്ചു തരാം. പണ്ട് കോളനിയിലുള്ളവനാ. ഇവിടെ അന്വേഷിച്ചപ്പോൾ അവന്റെ പേരിൽ എന്തൊക്കെയോ കേസുകളുണ്ടെന്ന് അറിഞ്ഞു. നീ ഇവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് തപ്പിത്തരണം. ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി. ഓക്കെ സാറേ, അതിനെന്താ, ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും സാർ അവന്റെ ഫോട്ടോയും മറ്റു വിവരങ്ങളും അയക്കും. ഓക്കെ. കുരുവിള വാടോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക സാറേ. നാളെ ഞങ്ങൾ തിരിക്കും മോർണിംഗ്. കുരുവിള, മീറ്റ് മിസ്റ്റർ റാം. റാം, ദിസ് ഇസ് കുരുവില, പുതിയ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. സർ, ഇതാണോ റെക്കുറാം ഞാൻ അന്ന് ചോദിച്ച? യെസ്, അത് തന്നെ. ഇതാണ് ആ കക്ഷി. സർ, അന്ന് ഇവരുടെ ഫാലങ്സ് ഡിറ്റക്റ്റീവ് ഏജൻസീസ് കുറിച്ചും ആൻഡ് ഇവരുടെ വെയർബൌട്ട്സ് ഒക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഓ യെസ്, ഐ റിമെമ്പർ. ശരിക്കും ഫാലാങ്സ് എന്ന പേര് പോലെ തന്നെ അവരൊരു ഗ്രൂപ്പാണ്, ഒരു വലിയ ഗ്രൂപ്പ്. സമാന ചിന്തകളുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ സൈന്യം. തുടക്കത്തിൽ ആ സൈന്യത്തിലുണ്ടായിരുന്നത് പോലീസ് ഫോഴ്സിലെ ചില കൊള്ളരുതായ്മകൾ കണ്ട് മനസ്സുമടുത്ത് ഫോഴ്സിൽ നിന്നും സ്വയം വിരമിച്ചവരും, പിന്നെ ചില മേലുദ്യോഗസ്ഥരുടെ ചൊൽപ്പടി കേൾക്കാത്തതിന് കള്ളത്തരത്തിൽ ഫോഴ്സിൽ നിന്നും പുറത്താക്കിയവർ, അങ്ങനെ കുറച്ചുപേരാണ്. ജുഡീഷ്യറിയിൽ നിന്നും നീതി ലഭിക്കാത്തതും മതിയായ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടതും അന്വേഷിച്ചു കണ്ടെത്താൻ കഴിയാത്തതും ഉന്നതരുടെ സ്വാധീനം കാരണം എഴുതിത്തള്ളിയതുമായ ചില കേസുകൾ ഫാലൻസ് ഡിറ്റക്റ്റീവ്സ് അവരുടെ നിലയിൽ അന്വേഷിച്ചു. പാവപ്പെട്ടവരുടെയും ഇനി ഒരിക്കലും തങ്ങൾക്ക് നീതി കിട്ടില്ല കരുതിയിരുന്ന സാധാരണക്കാരുടെ മുന്നിൽ അവർ മാലാഖമാരായി പ്രത്യക്ഷപ്പെട്ടു. അവർ സ്വയം ശിക്ഷ വിധിച്ചു. ഇവരുടെ നീതിന്യായ കോടതിയിൽ അവർ നീതി നടപ്പാക്കി, ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെ. ദാറ്റ് മീൻസ് their activities are totally നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനും ലോസിനും അഗേൻസ്റ്റ് ആണ്, അല്ലേ? എന്ത് ലോ? കുറ്റവാളികൾ എല്ലാവരും ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ ഫോഴ്സിന് തന്നെ തലവേദനയായ എത്ര പേര് നമ്മളെയൊക്കെ വെല്ലുവിളിച്ച് ഈ സമൂഹത്തിൽ കഴിയും. നമ്മൾ തന്നെ എത്ര കഷ്ടപ്പെട്ട് പിടിച്ച് കോടതിയിൽ ഹാജരാക്കുന്ന ക്രിമിനലുകൾ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് സുഖമായി പുറത്തു വരും. രഘുറാമിന്റെ ഏജൻസി ഇന്ന് വളർന്ന് പന്തലിച്ച ഒരു വലിയ ഫിർമാണ്. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ നിന്നും പ്രൊഫഷണലുകൾ, സാധാരണ ജനങ്ങൾ, കറപുരളാത്ത പൊളിറ്റീഷ്യൻസ്, അങ്ങനെ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നും ധാരാളം സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. എന്തിന്, നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ അവരുടെ സഹായം തേടാറുണ്ട്. അവരിങ്ങോട്ടും. ചുരുക്കി പറഞ്ഞാൽ അവർ ദൈവദൂതന്മാരാണ്. നന്മക്കുമേൽ തിന്മ പിടിമുറുക്കുമ്പോൾ അവതാരപ്പിറവിയെടുക്കുന്ന ദൈവദൂതന്മാർ. ഹലോ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനൊരു ഫോൺ നമ്പറും അഡ്രസ്സും അയച്ചു തരാം. നിങ്ങൾ രണ്ടാളും താമസം അങ്ങോട്ട് മാറിക്കൊള്ളൂ. ഫാം ഹൗസ് ആണ്.
ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടും. ഓക്കെ സാർ, അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. Amrıtam gamaya